റമലാൻ മാസത്തിൽ നമ്മൾ കുറച്ചേ കഴിക്കുന്നുള്ളൂ, കുറച്ചേ ഉറങ്ങുന്നുള്ളൂ, കുറച്ചേ സംസാരിക്കുന്നുള്ളൂ. ബട്ട് സ്റ്റിൽ കൂടുതൽ സമാധാനം ലഭിക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലേ? ലൈഫിൽ പല കാര്യങ്ങളും കുറയുന്നത് നമ്മൾക്ക് കൂടുതൽ പ്രൊഡക്ടിവിറ്റിയും ഹാപ്പിനെസ്സും തരുന്നുണ്ടെന്നർത്ഥം. റമലാൻ മാസം നമ്മുടെ ലൈഫ് ഒന്ന് സിംപ്ലിഫൈഡ് ആക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ആവശ്യമില്ലാത്ത ഡിസ്ട്രാക്ഷൻസൊന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് ശരിക്കും നമ്മൾക്ക് എന്താണ് വേണ്ടത് അതിലേക്ക് തന്നെ ഒന്ന് ഫോക്കസ് ചെയ്യും. ഇത് നിങ്ങൾക്ക് ഡീപ്പായിട്ടുള്ളൊരു ഇന്നർ പീസ് തരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും സന്തോഷം നമ്മൾക്ക് പല കാര്യങ്ങളും ഒരുപാട് കിട്ടുന്നതിലൊന്നുമല്ല, പലതും നമ്മൾ ഒഴിവാക്കുന്നതിലും കുറച്ച് മാത്രം കീപ്പ് ചെയ്യുന്നതിലും ആവാം. ഇതിലൂടെ പോകുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലൊരു ഇന്നർ പീസ് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾക്ക് ഒരുപാട് ലഭിക്കുന്നതിലല്ല സന്തോഷം വരുന്നത്, നമ്മളുടെ ആവശ്യങ്ങൾ നീഡ്സ് കുറയുമ്പോഴാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ റമദാൻ മാസം കഴിയുമ്പോഴേക്കും ബാക്ക് ടു നോർമൽ നമ്മൾ വീണ്ടും ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങും, ഒരുപാട് കഴിക്കാൻ തുടങ്ങും, ഒരുപാട് വാങ്ങിച്ചു കൂട്ടാൻ തുടങ്ങും. ഇത്തവണ നമ്മൾക്ക് ആ ഒരു സൈക്കിൾ ഒന്ന് ബ്രേക്ക് ചെയ്യാം. റമദാനിന് ശേഷവും നമ്മൾക്ക് മിനിമലിസം നമ്മുടെ ലൈഫിൻ്റെ പാർട്ടാക്കി മാറ്റാം. നമ്മളെ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാം. അങ്ങനെയെങ്കിൽ ഈ റമദാനിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ സിംപ്ലിഫൈ ചെയ്യുന്ന ഒരു കാര്യം എന്തായിരിക്കും?